എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ നാടൻ ചക്കക്കുരു മെഴുക്കുവരട്ടി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചക്കക്കുരുവിൻ്റെ റെസിപ്പി ചോദിക്കാറുണ്ട്. ആ സമയത്തൊന്നും എൻ്റെ അടുത്ത് ചക്കക്കുരു ഉണ്ടാവാറില്ല. അപ്പോൾ ഇപ്രാവശ്യം ഇന്നലെ നല്ല ചക്ക കിട്ടി. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ചക്കക്കുരു കളയാണ്ട് മറന്നു പോകാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ എടുത്തു വെച്ചു. അങ്ങനെ ഇതാ ഇന്ന് ചക്കക്കുരു മെഴുക്കുവരട്ടി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. കാരണം ചക്കക്കുരുവിൻ്റെ സമയമായി തുടങ്ങിയില്ലേ, ചക്കക്കുരുവിൻ്റെ സമയമാണ്. അപ്പോൾ വീട്ടിലുള്ള ചക്കക്കുരു ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള നാടൻ ചക്കക്കുരു മെഴുക്കുവരട്ടി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എല്ലാവരുടെയും പ്രിയപ്പെട്ട, എല്ലാവരുടെയും ഞാൻ പറയുന്നില്ല, കുറച്ച് പേരുടെയെങ്കിലും പ്രിയപ്പെട്ട നമ്മുടെ ചക്കക്കുരു മെഴുക്കുവരട്ടി തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള ചക്കക്കുരു ആണ്. എനിക്ക് ഇന്നലെ ഇവിടെ നല്ല പഴുത്ത ചക്ക കിട്ടി. അപ്പോൾ അതിൽ നിന്ന് എടുത്തിരിക്കുന്ന ഫ്രഷ് ആയിട്ടുള്ള ചക്കക്കുരു ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ചക്കക്കുരു കുറച്ച് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ വെയിലത്തൊക്കെ വെച്ച് ഉണക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലി റിമൂവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതല്ലെങ്കിൽ വേറൊരു സൂത്രം കൂടെ ഉണ്ട്. നമുക്കത് കുക്കറിലിട്ടിട്ട് ജസ്റ്റ് ഒരു വിസിലടിക്കുക. അതിനുശേഷം ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്ക് ഓവറായിട്ട് കുക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാന്ന് പറയില്ലേ നമ്മൾ, അതുപോലെ അതിനുശേഷം ചൂടാറിയതിന് ശേഷം നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴേക്കും തൊലി ഊരിപ്പോരും. അങ്ങനെയും ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ ഇന്ന് ശരിയായ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈസി വേണമെങ്കിൽ ആ രീതിയിൽ പോലെ ചെയ്തോളൂ, അല്ലെങ്കിൽ ഇതുപോലെയും ചെയ്യാം. അപ്പോൾ ഫ്രഷ് ആണെങ്കിൽ കുറച്ച് സമയം പിടിക്കും നമുക്കിത് റിമൂവ് ചെയ്ത് കിട്ടാൻ. അപ്പോൾ കുക്കറിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ഈസി. പക്ഷെ ഞാനിപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയിൽ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് സൗകര്യം അതുപോലെ ചെയ്തോളൂ. അപ്പോൾ ഇത് ഞാൻ 2-3 എണ്ണം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്നതാണ്. അപ്പോൾ ഒരെണ്ണം ഞാൻ എങ്ങനെയാണ് തൊലി കളയാന്ന് കാണിച്ചു തരാം. പകുതിയായിട്ട് മുറിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ തൊലി കളയാൻ എളുപ്പമായിരിക്കും. വേറൊരു കത്തി വെച്ചിട്ട് ഇതേപോലെ അങ്ങ് പീൽ ചെയ്ത് കളഞ്ഞാൽ മതി. ഇപ്പോൾ പണ്ടൊക്കെ ഞാൻ ഇതിൻ്റെ തൊലി കളയായിരുന്നു. അത് ഉള്ളിലത്തെ ആ ഒരു ബ്രൗൺ കളറില്ല, കളയുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാനത് കളയാറില്ല. ഞാൻ പറയുന്നത് ഇത് പച്ച കാരനാണ് കുറച്ച് ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ കുറച്ച് ഉണങ്ങിയതാണെങ്കിൽ ഈസി ആയിട്ട് തൊലി കളയാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഇതേപോലെ രണ്ടായിട്ട് മുറിച്ച ചക്കക്കുരുവിനെ ജസ്റ്റ് പകുതി നടുവിൽ കൂടെ മുറിക്കുക. ഈ ഒരു സൈസിലങ്ങ് മുറിച്ചെടുക്കാം. അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കാണിച്ചു തരുന്നത്. കാരണം പുതിയതായിട്ട് കുക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് ഇത് ചിലപ്പോൾ അറിഞ്ഞിരിക്കണം എന്നില്ല. വളരെ ഈസിയാണ്. ഇതേപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ കട്ട് ചെയ്ത് നന്നായി വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരുവിൻ്റെ പീസസ് ആണിത്. അപ്പോൾ ഇത് നമുക്ക് നേരത്തെ തന്നെ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതി. ജാൻ്റെ അമ്മ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മ ഒരുപാട് ചക്കക്കുരു ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് അതിനുശേഷം കുക്കറിൽ ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്തിട്ട് അത് തണുത്തതിന് ശേഷം ഫ്രീസറിൽ സിപ്പ് ലോക്ക് കവറിൽ ഇട്ടിട്ട് സൂക്ഷിച്ച് വയ്ക്കും. ആവശ്യമുള്ള സമയത്ത് ഡീഫ്രോസ്റ്റ് ചെയ്തെടുത്ത് ഉണ്ടാക്കും. അപ്പോൾ എനിക്ക് ഫ്രഷ് ആയി കിട്ടിയപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇത് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ചക്കക്കുരു വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നല്ല ക്ലീൻ ചെയ്ത് മുറിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കാം. അതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉപ്പ് ആദ്യമേ ഇടണ്ട. ഒരു 1/4 ടീസ്പൂൺ വരുന്ന രീതിയിൽ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വെള്ളം ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നോക്കട്ടെ കേട്ടോ. ഒരുപാട് വെള്ളം വേണ്ട. നമുക്കിനി ഇത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വെച്ച് നോക്കാം. അതിനുശേഷം അതിൻ്റെ ചൂടാറിയതിന് ശേഷം ഓപ്പൺ ചെയ്യാം. ആയിട്ടില്ലെങ്കിൽ നമുക്ക് വീണ്ടും വെക്കാം. കാരണം ഒരുപാട് വിസിൽ ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ വെന്ത് ഉടഞ്ഞു പോകും. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യുന്നത് മുഴുവനും വെള്ളത്തിലാവും. കുഴഞ്ഞു കഴിഞ്ഞാൽ ചക്കക്കുരു കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് ഒരു വിസിൽ വെച്ച് നോക്കാം മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ നമ്മുടെ ചക്കക്കുരു നന്നായി കുക്കായിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ കുക്കറിൽ നിന്ന് എടുത്തിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ചൂടാറാൻ ശരിക്കും വേറെ പണിയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ചൂടാറിയത്. പക്ഷെ നന്നായി കുക്കായിട്ടുണ്ട്. അപ്പോൾ ഒരു വിസിൽ തന്നെയാണ് എനിക്ക് വേണ്ടി വന്നത്. ഒരു വിസിൽ വന്ന് ഞാൻ ഓഫ് ചെയ്തിട്ടു. അതിൻ്റെ ചൂടാറിയതിന് ശേഷം മാത്രമാണ് ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ഇനി നമുക്കിത് കാച്ചിയെടുക്കാൻ തുടങ്ങാം. ഞാൻ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കടായി അടുപ്പത്ത് വെക്കുക. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് നാടൻ റെസിപ്പി ആയതുകൊണ്ട് ഞാനിതിൽ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അതേസമയം നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഓയിലാണോ അത് ഒഴിച്ചു കൊടുക്കൂ കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ അധികം ഉണ്ടെങ്കിലാണ് ഈ മെഴുക്കുവരട്ടിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഒഴിച്ചിരിക്കുന്നത്. അതേസമയം വെളിച്ചെണ്ണ ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ അളവ് കുറയ്ക്കാം. ഓക്കെ, ഇതൊന്ന് ചൂടാവട്ടെ. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത്. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങളുടെ അടുത്ത് ചെറിയുള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ ചെറിയുള്ളിക്ക് പകരമായി സവാള ചേർത്താലും മതിയാകും. അപ്പം സവാളയാണെങ്കിൽ ഒരു സവാള വളരെ നൈസാക്കി അരിഞ്ഞിടുക. നമ്മൾ നല്ല അളവിൽ ചെറിയുള്ളി ഉണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു 15ഓളം ചെറിയുള്ളി വളരെ നൈസാക്കി അരിഞ്ഞത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ 2 വെളുത്തുള്ളി വളരെ നൈസാക്കി അരിഞ്ഞത്. കാരണം ഇതിപ്പോൾ ചക്കക്കുരു ആയതുകൊണ്ട് ഗ്യാസ് ട്രബിൾ ഉണ്ടാവാനുള്ളൊരു ചാൻസ് കൂടുതലുണ്ട്. എല്ലാവർക്കും അല്ല. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലോട്ട് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കേണ്ടത്. അതേസമയം ഗ്യാസ് ട്രബിളൊന്നും ഇല്ല, വെളുത്തുള്ളിയുടെ വാസന താല്പര്യം ഇല്ലാത്തവർ അത് ഒഴിവാക്കാം.
അപ്പോൾ ഇത് നന്നായിട്ട് ഗോൾഡ് കളർ ആവുന്ന വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ആ ചക്കക്കുരുവിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ചക്കക്കുരുവിൽ അത്യാവശ്യത്തിന് ഉപ്പ് ഉണ്ടെന്നാലും ഒരു നുള്ളുപ്പ് ഈ ഉള്ളിയുടെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാട് ചേർക്കരുത്, അത് ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ചക്കക്കുരുവൊക്കെ കുറച്ച് കൂടുതൽ വെന്തു എന്ന് വിചാരിക്കുക. നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കാഞ്ഞിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അബദ്ധവശാൽ ചക്കക്കുരു കൂടുതൽ വെന്തിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചൂടാറാൻ അനുവദിക്കുക. അതല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ ആ വെള്ളമെല്ലാം വറ്റി കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടാവും, ആ ഇച്ചിരി കട്ടി വന്നിട്ടുണ്ടാവും, ഒരു ബലം വന്നിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ ഇതേപോലെ തന്നെ കാച്ചിയെടുത്താൽ കുറച്ചും കൂടെ നന്നായിരിക്കും, കുഴഞ്ഞു പോവാതെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി ചെറുതായിട്ട് ഒന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ട്, ഒരുപാടാവാൻ പാടില്ല കേട്ടോ. അതിലോട്ട് നമുക്ക് ഞാനിവിടെ ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ചതച്ച മുളക് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. അതില്ലെങ്കിൽ ചതച്ച മുളക് നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. മുളക് പൊടി ആണെങ്കിൽ ഒരു 1.25 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്ത് നോക്കൂ. അത് കുറവ് തോന്നുകയാണെങ്കിൽ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചിട്ട് വീണ്ടും എക്സ്ട്രാ ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി. വെറുതെ പച്ചമുളക് പൊടി മാത്രം ഇടാൻ പാടില്ല കേട്ടോ, അതെപ്പോഴും ശ്രദ്ധിക്കണേ. അതേപോലെ തന്നെ 2 പച്ചമുളകും കൂടെ കീറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതേപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് അങ്ങ് വരട്ടിയെടുക്കാം. നമ്മളെ കൂർക്കുപ്പേരില്ലേ അതുപോലെ തന്നെ, ഒരു മാറ്റമില്ല. എല്ലാ ഭാഗത്തേക്കും ഈ മുളക് എത്തിന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് ഇച്ചിരി സമയം എടുത്ത് നന്നായി വരട്ടിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പണ്ട് എല്ലാവരും കളിയാക്കും ചക്കക്കുരു കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇരിക്കാൻ പറ്റില്ല പറഞ്ഞിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് 2-3 മിനിറ്റ് നന്നായിട്ടത് വരട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്കക്കുരു നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്, വരട്ടിയെടുത്തിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്തു. ഇനി നമുക്കിതിലോട്ട് അവസാനമായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി അങ്ങ് ഇട്ട് മിക്സ് ചെയ്ത് ഒരല്പം നേരം അടച്ചു വെച്ചതിന് ശേഷം സെർവ് ചെയ്യാം. ഒരുപാട് ഒഴിക്കണ്ട കേട്ടോ, വെളിച്ചെണ്ണ ഒരല്പം മാത്രം മതി, ജസ്റ്റ് ഒരു നല്ലൊരു വാസനയ്ക്ക് വേണ്ടി മാത്രം. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആഹാ, ഡിവൈൻ. നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം തുറന്ന് നോക്കാം. അപ്പോൾ ദാ ഞാനിവിടെ തുറന്നിട്ടുണ്ട്, 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നാടൻ ചക്കക്കുരു മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഞാനൊരു വായ കഴിക്കട്ടെ, ചൂടുണ്ട് അല്ലേ. അരേ വാ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയുണ്ട് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു മധുരം ഉണ്ട് ചക്കക്കുരുവിൻ്റെ. ആ ഒരു എന്താ പറയുക, പറയാൻ പറ്റത്തില്ല, എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. നിങ്ങൾ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട്, കാരണം ഒരുപാട് പേര് ഉണ്ടാക്കി നോക്കുന്നതാണ്. എന്നാലും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ മറ്റുള്ളവരൊന്ന് ഷെയർ ചെയ്യൂ, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യൂ. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. ഇങ്ങനെയാണോ ചൂട്? ഞാൻ ഒരിക്കലും ഓഫീസിലൊക്കെ അങ്ങനെ നടന്നു പോകുമ്പോൾ എവിടെയെങ്കിലും എന്നിട്ട് ഞങ്ങളൊരു ഫംഗ്ഷന് പോവാ. എൻ്റെ കെട്ടിയവനെ കോട്ട് സൂട്ട് ഇട്ടിട്ട് നിങ്ങൾ വല്ലപ്പോഴല്ലേ കണ്ടിട്ടുള്ളൂ.